അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20 സെൻറ്റ് സ്ഥലത്തെ 1300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട്, നല്ല വൃത്തിയുള്ളൊരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അർജൻറ്റ് വിൽപ്പനയാണ് കേട്ടോ. അതായത് കുറച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. നമ്മൾ കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. 2 ഭാഗവും ഇതിൻ്റെ ഒരു സിറ്റ് ഔട്ട് വരുന്നത്, അതായത് റോട്ടിൽ നിന്ന് നമുക്ക് വാഹനങ്ങൾ കയറി വരാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ വീട് നിൽക്കുന്നത് കുറച്ചൊരു ഹൈറ്റിലാണ്. ടാറിട്ട റോഡ് ലെവലിൽ നിന്ന് ഹൈറ്റിലാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പിൻഭാഗത്തൂടെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. മുറ്റൊക്കെ അതുപോലെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ്. അപ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് ടാറിട്ട റോഡ് വരുന്നത്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് ഇതിലൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് വഴി കയറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇവിടെ വീട്ടിലേക്ക് വാഹനങ്ങൾ കയറുന്ന രീതിയിൽ ഇത് ഉണ്ടാവും. സൈഡ് ഭാഗത്തൂടെ ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ടാവും. ഈ കാണുന്ന ഈ കോൺക്രീറ്റ് ഇട്ടത് ഇതും ഈ പ്രോപ്പർട്ടിയിൽ പെട്ട സ്ഥലമാണ്. നേരെ പിൻഭാഗത്ത് ഈ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. അവിടെ വലിയ രീതിയിലുള്ള ഒരു മുറ്റമൊക്കെ ഉണ്ട്. വീടിൻ്റെ 2 ഭാഗവും മുറ്റം വരുന്നുണ്ട്, സിറ്റ് ഔട്ടും വരുന്നുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. സൈഡ് ഭാഗത്തുള്ള സിറ്റ് ഔട്ടാണിത്. ഇതുണ്ടാവും മുറ്റത്ത് ഇവിടെ കാർ പോർച്ചൊക്കെ ഉണ്ട്. വാഹനങ്ങളൊക്കെ നേരെ മുറ്റത്തേക്ക് എത്തും. 1300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിട്ടുള്ള വലിയ സൗകര്യം ഉണ്ടാവും. ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ വീടിനൊന്നും നമ്മൾ വില ചോദിക്കുന്നില്ല. കാലി സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി. നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ്, വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ്. ഇനി ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണർ കണക്ഷനാണുള്ളത്. ബോർവെല്ലുണ്ട്. അത് കൂടാണ്ട് ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് ലൈനുണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി കിണർ കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ്. അപ്പോൾ വെള്ളം ഇപ്പോൾ പൈപ്പ് ലൈനിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കിണറൊന്നും കുഴിച്ചിട്ടില്ല. ഇതാണ് മെയിൻ ഡോറ്. ഇത് വാതിൽക്കട്ടിൽ അതൊക്കെ ടാറ്റ സ്റ്റീൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേത് സൈഡ് ഭാഗത്തു നിന്നുള്ള സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്നൊരു ഹാളാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഭാഗത്ത് വേറൊരു സിറ്റ് ഔട്ട് വേറെയും വരുന്നുണ്ട്. ഇതുണ്ട് നേരെ കാണുന്നത്. അവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് അതിലേയും ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ വലിയ സൗകര്യമുണ്ട്. വൃത്തി നല്ല അടിപൊളി വീട് തന്നെയാണ്. നല്ല LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് തന്നെയാണ്. ഇവിടെ ഒരു ഡൈനിങ് ഹാള്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മെയിൻ ഹാള്. അത് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഭാഗത്തെ സിറ്റ് ഔട്ടാണത്. അപ്പോൾ ഈ ഒരു ഹാള് റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിലുള്ള സെറാമിക് ടൈലാണ്. നല്ല മാർബിൾ ലുക്കുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ കോർണറിലായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബോക്സ് ടൈപ്പിലുള്ള ഒരു വാഷ് കൗണ്ടർ. അതിൻ്റെ മുകളിൽ സെറാമിക് ബൗള്. ഇവിടെ ഒരു പ്രയർ റൂമാണ്, ഒരു നിസ്കാര റൂമാണ്. ഈ റൂമൊക്കെ ചെറിയ റൂമല്ല കേട്ടോ, സൈസിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇനി ഇതാണ് മെയിൻ ഹാള് വരുന്നത്. മെയിൻ ഹാള് ലിവിങ് കം ഹാള്. അപ്പോൾ കോർണറിലൊക്കെ ഇവിടെ നല്ല രീതിയിലുള്ള സോഫ സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോഫ സെറ്റിയുടെ സൈസൊക്കെ ഉണ്ട്. അതിൻ്റെ ഹാളൊക്കെ നല്ല സൈസ് തന്നെയാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഹാൾ തന്നെയാണ്. മുകൾ ഭാഗം സീലിങ്ങിലൊക്കെ നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വർക്ക്, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ നല്ല സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ രീതിയിലുള്ള ടൈലാണ് സ്റ്റെയറിന് കൊടുത്തിട്ടുള്ളത്. ഈ ഹാളിലൊരു കോമൺ ബാത്റൂം ഉണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല സെറാമിക് ടൈല് പൊട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തെ സിറ്റ് ഔട്ടാണിത്. അപ്പോൾ നല്ല സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് നല്ല ഗ്രില്ലെല്ലാം വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് എപ്പോഴും കൂടുതൽ ഈ വീട്ടിൽ യൂസേജ് വരുന്നത് മറ്റേ സിറ്റ് ഔട്ടാണ്. അപ്പോൾ വാഹനങ്ങൾക്ക് അതിൽ വരുമ്പോൾ ആ ഭാഗമാണ് നമ്മൾ യൂസേജ് വരുന്നത് കൂടുതലായിട്ട്. അപ്പോൾ ഇവിടെ ഗ്രില്ലെല്ലാം വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി സിറ്റ് ഔട്ട്. ഇനി ഇതിൽ 3 റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ 1 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് 1 ബെഡ്റൂം വരുന്നത്.
നല്ല സീബ്ര ലൈൻ കർട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ചുമരിൽ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ബെഡ്റൂമുകളെല്ലാം ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത്. 11, 11, 11, 12 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. മുകൾ ഭാഗത്ത് ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അലമാരിക്ക് ഇതുപോലെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊളികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു വീടാണ് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് ഈ വീട് വിൽപ്പന അർജൻറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മൾ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും ഇത് ഓരോ ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നല്ല ഓരോ ഭാഗവും നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, നല്ല സൗകര്യമുള്ള വലിയ വീട് തന്നെയാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിൽ മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇതുണ്ടോ, ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ ചുമരിലൊന്നും എവിടെ ഒരു സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വിള്ളിച്ചയോ ചോർച്ചയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ വീടിനില്ല. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ഇതിൽ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ ഉണ്ട്. നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ വീട്ടിലെ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, അടിഭാഗത്തൊക്കെ സ്ലാബിൻ്റെ അടിഭാഗത്തൊക്കെ ഒരുപാട് കൗണ്ടറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 4:2 സൈസിലുള്ള വുഡൻ ഫിനിഷിങ്ങിലുള്ള മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇവിടെ ഉണ്ട് ക്രോക്കറി ഷെൽഫുകളുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. നല്ല വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ കിച്ചൺ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. വലിയ കിച്ചൺ തന്നെയാണ്. കിച്ചൺ സിങ്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു വർക്ക് ഏരിയ. ഇവിടെ പാത്രങ്ങൾ കഴുകാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോമൺ ബാത്റൂം വേറെയുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീട് അടിപൊളി വീട് തന്നെയാണ്, ഒരു സംശയമില്ല. നല്ല സൗകര്യമുള്ള അടിപൊളി വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വില ഒന്നും ചോദിക്കുന്നില്ല. നമ്മൾ കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ള വീണ്ടും പറയാണ്. ഇനി ഈ സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ ചെറിയ കയറ്റം കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു 8 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതും കൂടെ ചേർത്തിട്ടാണ് 20 സെൻറ്റ് സ്ഥലം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വീടും കൂടെ നിർമ്മിക്കാം. കാരണം അതിന് നേരെ ഫ്രണ്ടിൽ ഇവിടെ വീടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വീട് നിർമ്മിക്കണമെങ്കിൽ നിർമ്മിക്കാം. ഇനി അതല്ല, നമ്മൾക്ക് ഇവിടെ ഇനി വലിയ തെങ്ങുകളോ കവുങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ആകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടെ ഇതിൽ പെട്ട ഈ 20 സെൻറ്റിൽ പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ വഴിയൊക്കെ ഇതിൽ പെട്ടാട്ടോ. അടുക്കളയുടെ ഭാഗത്ത് അത്യാവശ്യം ഏരിയ ഉണ്ട്. ഇതുണ്ടാകും, അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിൽ ഒരു തെങ്ങൻ തൈ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വിയറ്റ്നാം ഇയറിൽ ഒരു പ്ലാവുണ്ട്. അതുപോലെ തന്നെ ഒരു മാവുണ്ട്, നെല്ലിമരങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഫലവൃക്ഷ തൈകളുണ്ട്. കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. പിൻഭാഗത്താണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ചെറിയ മാവ്, ഇതിന്മേലൊക്കെ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. ചെറിയ മാവ്, ചെറിയ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, മാങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇരുപത് സെന്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള ഒരു വീട്, വലിയ സൗകര്യമുള്ള നല്ലൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അർജന്റ് വിൽപ്പനയാണ് പെട്ടത്. അതായത് കുറച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് ലോണ് കുറച്ചുണ്ട്. അതല്ലാണ്ട് കുറച്ചൊരു സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത്. നല്ലൊരു ഓഫർ, വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ വിൽക്കുന്ന മുറക്ക് ഇവർക്കും തന്നെ കടങ്ങളൊക്കെ വീട്ടിൽ നല്ലൊരു സമാധാനത്തിൽ ഇവർക്കും നിൽക്കാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വില പറയുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 21.5 സെന്റ് സ്ഥലമുണ്ട്. 21.5 കിട്ടുള്ളൂ. 20 സെന്റ് കൂട്ടിക്കൊള്ളി. 21.5 സെന്റോളം അളന്നാൽ കിട്ടും. ആധാരത്തിലും ഏകദേശം അത്രയുണ്ട്. 20 കുറച്ച് വഴിക്കൊക്കെ വിട്ടുകൊടുത്ത മുറക്ക് 20 സെന്റ് ഉണ്ടാവും. 20 സെന്റ് സ്ഥലം, 1300 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പോൾ വീടൊക്കെ നമ്മൾക്ക് ഒഴിവാക്കുക, വീടൊന്നും നോക്കണ്ട. കാലി സ്ഥലത്തിന് 2.5-2.25 ലക്ഷം രൂപ, 3 ലക്ഷം വരെയൊക്കെയാണ് അതിൻ്റെ അടുത്തായിട്ട് വിറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ 2.5 ലക്ഷം രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 സെന്റ് സ്ഥലത്തിന് കാൽക്കുലേറ്റ് ചെയ്തോളി. വീടൊന്നും ഇല്ല കേട്ടോ, വീടൊന്നും കൂട്ടാണ്ടാണ് പറയണത്.
20 സെന്റ് സ്ഥലത്തിന് 2.5 ലക്ഷം രൂപ വെച്ച് 4 സ്ഥലത്തിന് കൂട്ടണമെങ്കിൽ തന്നെ 50 ലക്ഷം രൂപയായി. അപ്പൊ നമ്മളിതിലിപ്പോ ഈ ഒരു എമൗണ്ടേ ചോദിക്കുന്നുള്ളൂ. വീടിനൊന്നും നമ്മൾ വില കാണുന്നതില്ല. 50 ലക്ഷം രൂപ നെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അരീക്കോട് റൂട്ടിൽ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലം. കിടങ്ങഴി, ഈ കിടങ്ങഴി അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് 300 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി 20 സെന്റിൽ അടിഭാഗത്തൊരു വീടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് ഒരു 8 സെന്റ് വേറെ ഉണ്ട് ഈ 20 സെന്റിൽ ചേർന്നിട്ട് തന്നെ. അപ്പൊ ചെറിയ സ്ലോപ്പ് ഇട്ടിട്ട് മുകൾ ഭാഗത്ത് ഒരു 8 സെന്റ് നിരന്ന് കിടക്കുന്നുണ്ട്. ഇനി അതിൽ നമ്മൾക്ക് ഒരു വീട് വേണമെങ്കിൽ അതിലേ നിർമ്മിക്കാം. ഇനി അത് വേണ്ട, അവിടെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് കൃഷികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് സൗകര്യം ഉണ്ട്. അപ്പൊ അത്യാവശ്യം ഏരിയ ഉണ്ട്, റീസണബിൾ റേറ്റേ ഉള്ളൂ. നല്ലൊരു അടിപൊളി വീടും ഉണ്ട്. 50 ലക്ഷം രൂപ നെറ്റ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സേഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.